അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. പരാതിക്കാർക്ക് കേസുമായി മുന്നോട്ടു പോകേണ്ട എന്ന നിലപാടാണെങ്കിൽ അത് മാനിക്കണം. റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണം. പരാതി നൽകിയവർക്കും ഇരകൾക്കും സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണം. സ്വീകരിച്ച നടപടികൾ സർക്കാരും വിശദീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി നടപടികൾ പ്രതീക്ഷ നൽകുന്നതോ നീതി പുലരുമോ? ഈ ചർച്ചയിൽ എനിക്കൊപ്പം അനു പാപ്പച്ചൻ, അധ്യാപിക മിനു മുനീർ, പരാതിക്കാരി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നിയമവിദഗ്ധൻ എം.എ. ഷഹനാസ്, പ്രസാധക എന്നിവർ ചേരുകയാണ്. ആദ്യം ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത് എം.എ. ഷഹനാസ് ആണ്. ഷഹനാസ്, വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സർക്കാർ അവരുടെ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചു. എന്തുകൊണ്ട് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യം വിശദീകരിച്ചിരുന്നു. അതിൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത്, അതിൽ നടപടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇനി ഇക്കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് ഒരു തിരിച്ചടിയായിരുന്നു. ആ നിഷ്ക്രിയത്വത്തെ വിമർശിച്ചുകൊണ്ട് കോടതി ഇന്ന് വഴി തുറന്നിരിക്കുകയാണ് തുടർ നടപടികൾക്ക്. എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? കോടതിയുടെ പ്രതികരണം സത്യം പറഞ്ഞാൽ വളരെയധികം ഒരു ബഹുമാനത്തോടു കൂടി നോക്കിക്കാണാണ്. കാരണം 2021 DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പിന്നീട് നീണ്ട വർഷങ്ങൾ എടുത്തിട്ട് ഈ 2024 സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തേക്ക് അറിയുന്നത്. മാത്രമല്ല, ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവിടെ നടന്നിരിക്കുന്ന പോക്സോ കേസിന് ആസ്പദമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ വരെയുള്ള ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായത് സത്യം പറഞ്ഞാൽ സങ്കടകരമായ കാര്യമാണ്. കാരണം തൊഴിൽ ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ കേരളത്തിൽ തൊഴിൽ ചെയ്യുന്ന ഒരു ഇടത്ത് സ്ത്രീകൾ എത്രമാത്രം അനിശ്ചിതത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും ആരെ സംരക്ഷിക്കാനാണ് ഈ ഗവൺമെന്റ് ഇത്രയും കാലം അത് ഒളിപ്പിച്ചു വെച്ചത് എന്നും എന്തിനു വേണ്ടിയാണ് ഒളിപ്പിച്ചു വെച്ചതെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ചർച്ചകളിൽ പലരും ഉയർത്തിക്കാട്ടിയ ഒന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോടതി ഗവൺമെന്റിനോട് പോലും നിങ്ങൾ എന്താണ് നടപടി എടുത്തിട്ടുള്ളതെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ അത് കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ രീതിയിൽ മുന്നോട്ട് വരാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് തരുന്നത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഓരോ നടപടികളും, കാരണം ഒരു മലയാളി അല്ലാത്ത ഒരു നടി വന്നിട്ട് ഇവിടുത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ മന്ത്രി തന്നെ പറയുകയാണ് കേസെടുക്കാൻ നിർവാഹമില്ല, അവർ കേസുമായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും ഗവൺമെന്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ അനാസ്ഥ കാണിച്ചത് എന്ന് ജനങ്ങളോടും കോടതിയോടും ഉത്തരം പറയേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. പലപ്പോഴും നവോത്ഥാനവും വനിതാ മതിലും ഒക്കെ പറഞ്ഞ് അതുപോലെയുള്ള പല കാര്യങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും എന്താ പറയാ വല്ലാത്തൊരവസ്ഥയിൽ പോവുകയും ചെയ്യുന്ന ഒരു മേഖലയിലെ റിപ്പോർട്ടുകൾ മുഴുവൻ കിട്ടിയിട്ട് അത് പൂഴ്ത്തിവെച്ചത് ഈ ഗവൺമെന്റിന്റെ വലിയ അനാസ്ഥയായിട്ട് തന്നെ കാണുന്നു. ഇതിനെ ഒരു വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കോടതിയുടെ പ്രതികരണത്തെ കാണുന്നത്. ശരി, സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു, സർക്കാരിന്റെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. അതിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി ഇന്ന് ആ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ തരം പരാതികൾ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല? സ്ത്രീകൾ നമ്മളുടെ പോപ്പുലേഷന്റെ തന്നെ പകുതിയിൽ കൂടുതൽ സ്ത്രീകളാണ്. അങ്ങനെ ഒരു മെജോറിറ്റി ഉള്ള ഒരു വിഭാഗം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഉള്ള സാഹചര്യം കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തെ അതിരൂക്ഷമായി കോടതി വിമർശിക്കുന്നു. എന്തൊക്കെയാണോ സർക്കാർ ഇതുവരെ ഒഴിവുകഴിവ് പറഞ്ഞിരിക്കുന്നത് അതൊന്നുമായിരുന്നില്ല സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നത് ഓർമ്മിപ്പിക്കുകയാണ് കോടതി. അപ്പോൾ പോലും പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേസെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ മൊഴികളിൽ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ്. അങ്ങനെ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാനാകുന്ന ഒരു ഘട്ടമുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും കോടതി ഇന്ന് ചോദിച്ചത്, നമുക്ക് രാജ്യത്ത് നിർഭയ കേസിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. വലിയ ഡ്രാസ്റ്റിക് അമെന്റ്മെന്റ്സ് ഒക്കെ ക്രിമിനൽ ലോയിലൊക്കെ കൊണ്ടുവന്നു. അത് സ്ത്രീകളുടെ മേലുള്ള അതിക്രമങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുക എന്ന ഒരു നിശ്ചയദാർഢ്യത്തോട് ചെയ്ത മാറ്റങ്ങളാണ്.
നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കിയ മാറ്റം. ഈ മാറ്റങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പീനൽ പ്രൊവിഷൻസ് ആയതുകൊണ്ട് പോലീസാണ് ചെയ്യേണ്ടത്. ഇത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ഒരു എൻക്വയറി കമ്മിറ്റി, ആ എൻക്വയറി കമ്മിറ്റി അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ വളരെ വളരെ എന്താ പറയുന്നത്, ഒരിക്കലും നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വളരെ ഭീകരമായ ചില അനുഭവങ്ങൾ സ്ത്രീകളുടെ പെൺകുട്ടി നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടായി എന്ന ഫാക്ട് പുറത്തു വരുന്നു. അത് ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന ഇൻഫർമേഷൻ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ പോക്സോ വളരെ ശക്തമായി പോക്സോ ആക്ട് നടപ്പാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം 2021 ശേഷം 2024 വരെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കും. ഈ റിപ്പോർട്ട് കൈ കിട്ടുന്ന മൊമെന്റില് ഇതിന്റെ കണ്ടൻസ് ഇൻഫർമേഷൻ ഓഫ് കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ പ്രോ ആക്റ്റീവായി ഗവൺമെന്റ് മുന്നോട്ട് വന്ന് അതിന് നടപടി സ്വീകരിക്കണം. ഈ റിപ്പോർട്ട്സിന്റെ കണ്ടൻസ് നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് കാര്യം. ഇത് കോടതിയുടെ മുമ്പിൽ അതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കണ്ടൻസ് ഒരു ക്രിമിനൽ ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കണ്ടൻസ് ആണ് അതിനകത്തുള്ളത്. അതില് നടപടി എടുക്കേണ്ട, അല്ല അത് ഗവൺമെന്റ് ഇപ്പോ കോടതി അവസാനം പറഞ്ഞത് ഇരകളായ ആളുകൾ, പരാതിക്കാരായ ആളുകൾക്ക് അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ അതുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഗവൺമെന്റ് ഇതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയ ഗവൺമെന്റ് അതിൽ ആക്ട് അപ്പോൺ ചെയ്യണ്ടേ. ആക്ട് അപ്പോൺ ചെയ്തില്ല എന്ന ആക്ഷേപമാണ് കോടതി ഉന്നയിച്ചത്. അതായത് എന്തുതരം സുരക്ഷിതത്വമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവരെ എന്താ പറയുന്നത്, അവരിത് പാസിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അന്വേഷണം നടത്താമെന്ന് പറയും. അന്വേഷണം നടത്തുന്നത് എന്തിനാണ്? ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഒരു വലിയ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ആ പരിഹാരം ഉണ്ടാക്കേണ്ട ഗവൺമെന്റ് അന്വേഷണം നടത്തി കിട്ടിയ വിവരങ്ങൾ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തു. അത് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിക്താനുഭവങ്ങൾ ഉണ്ടായ, യഥാർത്ഥത്തിൽ തിക്താനുഭവം ഉണ്ടായ ആളുകൾ നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ ഭാര്യമാരാണ്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ അമ്മമാരാണ്. ഈ അമ്മമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ സഹോദരിമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു അരോചകമായി തോന്നുന്ന ഒരു സാഹചര്യം. നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കീഴിൽ നിൽക്കുന്ന ബ്യൂറോക്രസി അല്ലെങ്കിൽ പോലീസിംഗ് സിസ്റ്റം, ആ സിസ്റ്റത്തിന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്? സ്ത്രീകൾ എന്ന, ഞാൻ പറയുന്നത്, നമ്മൾ പറഞ്ഞ് 50% കൂടുതലുണ്ട് എന്നുള്ളതല്ല, ഒരു 10% കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ പരിരക്ഷിക്കണ്ടേ? അവരുടെ വേദനയെ അഡ്രസ് ചെയ്യണ്ടേ? അവർക്കൊരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകില്ലേ? ഇത്തരക്കാരെ അയൺ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ആളുകളാണ്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കാനും ഉള്ളതുമല്ല നമ്മുടെ സഹോദരിമാർ. അത് മനസ്സിലാക്കണം. അത് വേണ്ട, കുറച്ചാളുകൾക്ക് അങ്ങനെ ചെയ്തോട്ടെ, അവർക്കെതിരെ പോകേണ്ടതില്ല എന്ന് ആര് തീരുമാനിച്ചാലും വളരെ നികൃഷ്ടമായ തീരുമാനമായിരിക്കും. കോടതി ഞെട്ടലോടെ കണ്ട കാര്യം അതാണ്. അതിന്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. ആരെങ്കിലും പരാതിയുമായിട്ട്, അപ്പൊ ഈ കാണാത്ത റിപ്പോർട്ട്, കണ്ടിട്ടേ ഇല്ലാത്ത റിപ്പോർട്ട്, പൂഴ്ത്തി വെച്ചിരിക്കുന്ന റിപ്പോർട്ട്, അതിൽ ആരും വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയാണോ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ നടത്തുന്നത്? അങ്ങനെയാണോ ഒരു പോലീസിംഗ് നടത്തേണ്ടത്? അപ്പൊ ഈ തെറ്റായ പ്രവണതയ്ക്ക് മേലുള്ള കോടതിയുടെ ഒരു ശാസനയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ പേര് ഗവൺമെന്റ് ഇനിയെങ്കിലും ആക്ട് അപ്പോൺ ചെയ്യണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ, ഇപ്പൊ റിപ്പോർട്ടിന്റെ രൂപത്തിലല്ലാതെ ഇൻഫർമേഷൻസ് ഉണ്ടാകാം. ആ ഇൻഫർമേഷൻസ് ഒന്നും ആക്ട് അപ്പോൺ ചെയ്യേണ്ടത് ധരിച്ചാൽ മതിയോ? നമ്മളിൽ ഒരാളാണ് ചെയ്തെന്ന് വെക്കട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ചെയ്തിരിക്കട്ടെ, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു മോറൽ എത്തൂസ് വാല്യൂസ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ചെയ്യണ്ടേ? ഇത് എന്റെ സഹോദരിയാണ്, ഞാൻ വേദനിക്കില്ലേ? എന്റെ മകളാണ്, ഞാൻ വേദനിക്കില്ലേ? എന്റെ മാതാവാണെങ്കിൽ വേദനിക്കില്ലേ? എന്റെ ഭാര്യയാണ് വേദനിക്കില്ലേ? എന്താണിത്? മറ്റൊരാളുടേതായത് കൊണ്ടാണോ? ഇത് ചെയ്യുന്നില്ല എന്ന ഗവൺമെന്റ് തീരുമാനം തീർച്ചയായും ഇവിടെ ഈ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ഇൻ ദ ഇൻസ്റ്റൻസ് കേസ് ദ കണ്ടക്ട് ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ അലാമിംഗ്ലി ലെത്താർജിക് എന്നാണ് കോടതി തന്നെ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അനുബന്ധ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SITക്ക് കൈമാറണം എന്ന്
കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടത് മാത്രമല്ല അനുബന്ധ റിപ്പോർട്ട്, ഇതിന്റെ പൂർണ്ണ രൂപം SITക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറ്റക്കാരായ വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരാൾ പരാതി ഇതിൽ മൊഴി നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ തുടർ നടപടികൾക്ക് താൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമാക്കി സൂക്ഷിച്ചുകൊണ്ട് ഈ കേസിൽ അന്വേഷണം തുടരണം അല്ലെങ്കിൽ അന്വേഷണം ആരംഭിക്കണം എന്ന വ്യക്തമായ ഒരു നിർദ്ദേശം തന്നെയല്ലേ കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്? തീർച്ചയായിട്ടും കോടതി നടത്തിക്കുന്ന നിർദ്ദേശം അതാണ്. അതിനോട് ഇംപ്ലോയിഡ് ആയിട്ട് മറ്റൊന്നുകൂടെ, നമ്മള് ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ഇരകളാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് ചൂഷണം ചെയ്യപ്പെട്ട ആളുകൾ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. കോൺഫിഡൻസ് സിസ്റ്റം അവർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ട് പറയണം, നിങ്ങളുടെ പേരുകള് ഞങ്ങൾ പുറത്തു പോവില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ തൊഴിലിനെ അത് ബാധിക്കില്ല, നിങ്ങളുടെ ഒരു പ്രവർത്തനത്തെ ബാധിക്കില്ല, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അതിന്റെ പേരിൽ ഇനിയും നിങ്ങളെ എന്താ പറഞ്ഞത് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ. നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? പിന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങളെയാണ് പേടിക്കുന്നതെങ്കിൽ അവിടെയും കൗൺസിലിംഗ് വേണമെങ്കിൽ ചർച്ചകൾ നടത്തി. ഒരു ക്രൈമാണ് നടക്കുന്നത്. ഈ ക്രൈമില് ഒരു ആക്ഷൻ ഇല്ലാതെ വന്നാൽ ആ ക്രൈം റിപ്പീറ്റ് ചെയ്യപ്പെടും, ഗവൺമെന്റുകൾ പൂഴ്ത്തിവെക്കപ്പെടും എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ക്രൈം ചെയ്യാനുള്ള പെർമിഷനാണത്. അപ്പൊ അവിടെ കോടതി പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ, നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് കോടതി പറയുന്നത്. കോടതി അതിനകത്ത് എഴുതാതെ പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞത് നമ്മൾ അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് പോകണം. ആ കോൺഫിഡൻസ് കൊടുത്തിട്ട് മാത്രമേ ഒരു വിക്ടിമെ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവർക്കൊരു ട്രോമയിലാണ് അവര്. അല്ലെങ്കിൽ അവർക്ക് എനിക്ക് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ, നിന്നെ മാറ്റി നിർത്തിക്കളയും, നിന്റെ കുടുംബത്തിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടും, സമൂഹത്തിൽ നീ മാറ്റി നിർത്തപ്പെടും എന്ന ഭീഷണി അവരോട് മുടക്കിയിട്ടുണ്ടാവും. അവരാ ഭീതിയിലായിരിക്കും. അങ്ങനെ അല്ല എന്ന് സമൂഹം അവരോടൊപ്പം നിൽക്കണം, സർക്കാർ അവരോടൊപ്പം നിൽക്കണം, പോലീസിംഗ് സിസ്റ്റം അവരോടൊപ്പം നിൽക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അതിനുള്ള ഇച്ഛാശക്തി നമുക്ക് കാണാം. തീർച്ചയായും അതിലെല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടാവും. ഒരു സ്റ്റേജിലേക്ക് ഓരോരുത്തരെയും പ്രാപ്തരാക്കുക എന്നതിൽ മാധ്യമങ്ങൾക്കും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ശ്രീമതി ഷഹനാസ്, ഇവിടെ ഇനി പരാതിക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരു മുന്നോട്ട് പോക്ക്, അതിനുള്ളൊരു സന്നദ്ധത ഉണ്ടാകണം എന്നതാണ് ഏറ്റവും ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള ഒരു വശം. നോക്കൂ, നമ്മുടെ സംവിധാനങ്ങൾ ആ വിധത്തിലുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാക്കുന്നുണ്ടോ? കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ തന്നെ പല വിധത്തിൽ പല ദുരനുഭവങ്ങളും തുറന്നു പറയാൻ ആളുകൾ സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇത് എല്ലാം നീതി കിട്ടുമെന്ന പൂർണ്ണ ഉറപ്പില്ലെങ്കിൽ പോലും അവർക്ക് തുറന്നു പറച്ചിലിന് ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ കോടതിയുണ്ട് ചോദിക്കാൻ എന്നതാണ് ഇപ്പോൾ രൂപപ്പെടുന്ന ഒരു അന്തരീക്ഷം. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ തുറന്നു പറച്ചിലിന് സന്നദ്ധമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമ എന്ന് പറയുന്ന വ്യവസായത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്ന ഒരു മാലിന്യമായിട്ടാണ് ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങിയ ഒരുപാട് ആളുകൾ, സർഗാത്മകത, അവരുടെ കഴിവ് അനുസരിച്ച് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഇടം ഇത്രയും മാലിന്യമാക്കി വെച്ചിട്ട് ഈ ഗവൺമെന്റ് അതിലുള്ള ഒരു തരത്തിലുമുള്ള നടപടി എടുത്തില്ല എന്നുള്ളത് ആദ്യത്തെ സത്യാവസ്ഥ. രണ്ടാമത് അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ഈ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു. ആ പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായ ധാരണ ഈ ഗവൺമെന്റിന് ഉണ്ടായിട്ടും അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സിനിമാ മേഖലയ്ക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു, AMMA എന്ന് പറയുന്ന സംഘടന. ഇത്തരത്തിൽ ഒരു ഹേമ കമ്മിറ്റി, സിനിമാ മേഖലയെ കുറിച്ചുള്ള ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അവരിത് പിരിച്ചു വിടുകയാണ് ചെയ്തത്. എന്ത് മോശമായ ഒരു പ്രവണതയാണ് അതെന്ന് നോക്കണം. കാരണം ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ കേരളത്തിലെ സമൂഹത്തിന് തുറന്നു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. തെറ്റുകാർ അവർക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തുറന്നു കാണിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം ഈ ഗവൺമെന്റ് അത് മറച്ചു പിടിച്ചിട്ട് ഈ പുറത്തേക്ക് വന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, പലതരത്തിലുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടായപ്പോൾ ഒരു അന്വേഷണ കമ്മിറ്റി, പോലീസ് വിഭാഗത്തിൽ നിന്ന് ഒരു അന്വേഷണ കമ്മിറ്റി ഗവൺമെന്റ് വെച്ച പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു 20ഓളം ആളുകളാണ് വീണ്ടും തുറന്നു പറയുന്നത് അവരനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച്
കുറിച്ച് ആൺ പെൺ വ്യത്യാസമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് പോലും ഈ ഗവൺമെന്റ് ഒരു തരത്തിലുമുള്ള നടപടി എടുക്കാനോ അല്ലെങ്കിൽ ഒക്കെ പോട്ടെ, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഒരു പ്രശ്നം നേരിട്ട് അതിനെ പ്രതികരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ തുറന്നു പറയുമ്പോൾ ഈ സമൂഹം എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിന്റെ ചർച്ചകൾ നടക്കുന്നതിന് ശേഷം എന്തോരം ട്രോമ ഈ പലതരത്തിലുള്ള കളിയാക്കലുകളാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളുടെയും വാർത്തകൾക്ക് കീഴെ വരുന്ന കമന്റ്സുകൾ നമുക്ക് കാണാം. മുട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്താ പറയാ, മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്, അങ്ങനെ പലതരത്തിൽ പല രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും കളിയാക്കലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പേര് പോലും പറയാതെ ഇങ്ങനെ ഒരു കമ്മിറ്റി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റാണ് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അനുഭവം അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതെന്ന് ഈ ഗവൺമെന്റ് അവകാശപ്പെടുമ്പോഴും രഹസ്യമായിട്ടാണ് പല സ്ത്രീകളും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് രഹസ്യമായിട്ട് പല സ്ത്രീകളും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള അവർക്കൊക്കെ എന്ത് നീതിയാണ് ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്? രഹസ്യമായിട്ട് പോലും എന്താ പറയാ കൂടെ നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഞാനൊക്കെ നിയമപരമായിട്ട് പ്രതികരിച്ച് എനിക്ക് ഉണ്ടായ ഒരു കേസിൽ ഞാൻ പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഈ ഗവൺമെന്റിന്റെ അനാസ്ഥപരമായിട്ടുള്ള പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. സാംസ്കാരിക മന്ത്രി തന്നെ പറയാണ് അങ്ങനെ കേസ് എടുക്കാനൊന്നും പറ്റില്ല, അവര് തുറന്നു പറഞ്ഞെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് പറയാണ്. സ്വന്തം മുഖം മറയ്ക്കാതെയും പേര് മറയ്ക്കാതെയും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു അന്യ ഭാഷയിലുള്ള ഒരു സ്ത്രീ അനുഭവിച്ച ബുദ്ധിമുട്ട് അവരൊരു ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ പോലും പിറ്റേന്ന് നമ്മുടെ മന്ത്രി പറഞ്ഞത് അദ്ദേഹം വലിയ പ്രഗത്ഭനാണ് എന്നാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ കലാകാരൻ പ്രഗത്ഭനല്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട രീതിയിൽ കഴിവില്ലാത്ത ആളാണോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എത്ര പ്രഗത്ഭനായാലും സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കേണ്ട മാന്യത ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തെറ്റിച്ചതുകൊണ്ടാണ് ഇവിടെ അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യത്തിൽ പോലും സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റ് സ്ത്രീകൾക്കൊപ്പവും ഇവിടെയുള്ള കുട്ടികൾക്കൊപ്പവും നിന്നിട്ടില്ല. ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു സുരക്ഷിതത്വവുമില്ല. അവർ പറയുന്നുണ്ട് അവർക്ക് ഡ്രസ്സ് മാറാൻ സ്പേസ് ഇല്ല, ഒരു ശുചിമുറി മര്യാദയ്ക്ക് അവിടെ അതിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന് പറയുമ്പോൾ പലതരത്തിൽ ഈ പരാതികളിൽ കേസെടുക്കാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായ സർക്കാർ അവർക്ക് ചെയ്യാമായിരുന്ന ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങളില്ല എന്ന പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എന്ത് നടപടികൾ എടുത്തു എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന മുടന്തൻ ന്യായം ഉന്നയിച്ച് സർക്കാർ. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന ഹൈക്കോടതി പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരും. റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മന്ത്രി സജി ചെറിയാൻ ഇനി എന്തു പറയും? മുന്നണിയിൽ നിന്ന് പോലും ചോദ്യമുണ്ടായിട്ടും ADGP വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. ADGP ഊഴം വെച്ച്
RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. CPM നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CPIക്ക് അമർഷം. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ജനിക്കാനുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാർ എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. 1 തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പറയുമ്പോൾ അതിലെ കുറ്റകരമായ കാര്യങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകരുത് എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കോടതി സൂചിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന അലംഭാവം എന്നത് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുകയാണ്. ആർക്കാണ് സംരക്ഷണം വേണ്ടത് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്നത് നമ്മളുടെ നിയമവ്യവസ്ഥകളിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കോടതിക്ക് ഇന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. സംരക്ഷണം കൊടുക്കേണ്ടവർക്ക് മാത്രം സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണോ സർക്കാരിനോട് യഥാർത്ഥത്തിൽ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിൽ ഈ ആരോപണ വിധേയരായവരുടേതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ടോ? എനിക്ക് ഓഡിബിൾ അല്ല. ഇപ്പോൾ കേൾക്കാമോ എന്നെ? എനിക്ക് ഓഡിബിൾ അല്ല, സൗണ്ട് കിട്ടുന്നില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇപ്പോൾ എന്നെ കേൾക്കാമോ? എനിക്ക് സൗണ്ട് കുറവാണ്, ഓഡിബിൾ അല്ല. ഞാൻ പറയുന്നത് കേൾക്കാമോ? താങ്കളെ വളരെ വ്യക്തമായി തന്നെ കേൾക്കാം. എന്റെ ചോദ്യം കേട്ടിരുന്നോ? ഇല്ല, ചോദ്യം വ്യക്തമായില്ല. ഒന്നുകൂടെ ഇപ്പോൾ എന്നെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഈ റിപ്പോർട്ടിൽ സംരക്ഷണം ഒരുക്കേണ്ടത് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ആരുടെ വിവരങ്ങളാണ് പുറത്തു പോകാതെ നോക്കേണ്ടത് എന്നതൊക്കെ ഇന്ന് കോടതി ഈ ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുന്നുണ്ട്. ആരാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, ആരുടെ വിവരമാണ് സർക്കാർ സംരക്ഷിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള ഒരു നിർദ്ദേശമാണോ കോടതി കൈമാറിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ടോ? നമ്മുടെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വരുമ്പോൾ 354 ആയാലും 376 ആയാലും ഏത് തരത്തിലുള്ള ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതും എങ്കിലും അവരുടെ പ്രൈവസി കവേർഡ് ആണ്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം തന്നെ അത് കവർ ചെയ്ത്, നിയമപ്രകാരം തന്നെ കവേർഡ് ആണ്. കോടതി അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കോടതി പറയുകയാണ് ഇത്തരം ആളുകൾക്ക് അത്തരം പരിരക്ഷ ലഭിക്കണം. കാരണം ഒരു ക്രൈമിനെ പുറത്തു കൊണ്ടുവരികയാണ്. ഒരു ക്രൈം നടന്നു, അത് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ആ കുറ്റകൃത്യം ചെയ്തയാളെ കണ്ടെത്തി ശിക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ആ ക്രൈം പുറത്തു വരണമെങ്കിൽ അത് അനുഭവിച്ച ഒരാൾ. ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പ്രത്യേകത എപ്പോഴും ഒരു ഇൻഫോർമെന്റിനെ കിട്ടില്ല, ഒരു സാക്ഷി മറ്റൊരാൾ ഉണ്ടാവില്ല.
അനുഭവിച്ച ആൾ തന്നെ ആയിരിക്കും സാക്ഷി, ഇൻഫോർമന്റും സാക്ഷി, വിക്ടിമും ഒക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്ക് പേടിയുണ്ടാകുന്ന ആസ്പെക്ട്സ് ആണ്. ഒന്ന്, സൊസൈറ്റി അവരെ ഒറ്റപ്പെടുത്തുമോ എന്ന് അവർ പേടിക്കും. രണ്ട്, ഇതിനെപ്പോലുള്ള ആളുകളുടെ ഭീഷണി ഉണ്ടാകാം. മൂന്ന്, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബത്തിന് അത് എങ്ങനെ ബാധിക്കും എന്നുള്ള പ്രശ്നം ഉണ്ടാകാം. പിന്നെ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. ഇതിനൊക്കെ ഇവർക്കൊരു പരിരക്ഷ ഉണ്ടാകണം. സൊസൈറ്റലായിട്ടുള്ള അവരെ മാറ്റി നിർത്തി ചിന്തിക്കുമോ എന്നുള്ള ഭീതിക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ പ്രൈവസി സുരക്ഷിതമാക്കുന്ന തരത്തിൽ അവരുടെ പേര് പുറത്താക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുള്ളത്. കോടതി അതൊക്കെ ഉണ്ട് എന്ന് ഉണർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ഉണർത്തി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. സത്യത്തിൽ എക്സിക്യൂട്ടീവിന്റെ ചുമതലയാണ് അതെന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത്. അത് എന്നിട്ട് അവരിലേക്ക് എത്തണം. കാരണം ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് വേണമെന്ന് തീരുമാനിച്ചത് എന്തിനാണ്? ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനല്ലേ. ആ റിപ്പോർട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ റിപ്പോർട്ടിൽ പറഞ്ഞ ആളുകൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. അവർ വന്നാൽ കേസെടുക്കും. അങ്ങനെയാണോ വേണ്ടത്? ആ റിപ്പോർട്ടില് എന്ത് ലക്ഷ്യത്തോടെ ചെയ്തതാണെങ്കിലും ആ റിപ്പോർട്ട് എടുക്കുന്ന വേളയിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്ന ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ്. ആ ഇൻഫർമേഷൻ യൂഷ്വലി ലഭിക്കില്ല. യൂഷ്വലി അവരൊരു കംപ്ലൈന്റുമായി എന്തെങ്കിലും വന്നാൽ പോലീസിന് കൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസ് എടുക്കാതെ മജിസ്ട്രേറ്റിന് കൊടുക്കുകയോ ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാകണം. അല്ലെങ്കിൽ അവർക്ക് അത്രയധികം ആക്രമിക്കപ്പെട്ട് അവര് ഹോസ്പിറ്റലൈസ് ചെയ്താൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാം. ഇത് അങ്ങനെയല്ല. ഇത് അവര് പുറത്ത് പറയാതെ വെച്ചിരുന്ന ചില അനുഭവങ്ങൾ ഒരു റിപ്പോർട്ട് എടുക്കാനായി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആളുകളെ, സമൂഹത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള വിശ്വാസ്യതയുള്ള ആളുകൾ അവരുടെ അടുത്ത് വന്നപ്പോൾ ഈ ആളുകൾ അവരോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. ആ തുറന്നു പറഞ്ഞ കാര്യം അതേപോലെ തന്നെ റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഈ പറഞ്ഞ സമൂഹത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളായിട്ടുള്ള ഒരു റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ ആ റിപ്പോർട്ടിന്റെ രൂപത്തിൽ ഗവൺമെന്റ് കൊടുക്കും. ഗവൺമെന്റ് പിന്നെ ചെയ്യേണ്ട എന്താണ്? ഈ നിയമം വായിച്ചു നോക്കിയിട്ട് അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞ വിഷയത്തിൽ കുറ്റക്കാരായ ആളുകൾക്ക് നടപടിയെടുക്കുക, അവരെ ശിക്ഷിക്കുക. ആ പണി ചെയ്തില്ല എന്നാ കോടതി പറഞ്ഞത്. അപ്പൊ സുരക്ഷിതത്വം കൊടുക്കേണ്ട ആരാണെന്ന് നിയമം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയാൽ മതി. ആ നിയമം നോക്കിയിട്ട് സുരക്ഷിതത്വം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ നോക്കൂ, കോടതിക്ക് ഈ കാര്യങ്ങൾ ആവർത്തിക്കാനും നിർദ്ദേശിക്കാനും ഓർഡിടാനും മാത്രമാണ് കഴിയുക. അതിനകത്ത് ഈ കോടതി പറയുന്നുണ്ട്, അതർ ദാൻ എൻട്രസ്റ്റിംഗ് എ കോപ്പി ഓഫ് ദി റിപ്പോർട്ട് ടു ദി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇൻ ഫെബ്രുവരി 2021 നോ ഫർദർ ആക്ഷൻ വാസ് ടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആകെ ഇതിന്റെ കോപ്പി DGPക്ക് കൊടുത്തു എന്നത് മാത്രമാണ് സർക്കാർ ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ മുഴുവൻ SIT-യിലേക്കാണ്. SIT കേസുകൾ അന്വേഷിക്കുമെന്നതാണ്. അവിടെ ഈ പോയിന്റ് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണണ്ടേ. ഈ SIT-യെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള DGPക്ക് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്ത് നടപടികൾ ഉണ്ടായി എന്ന കാര്യം അവിടെ സംശയമാണല്ലോ. കോടതിക്ക് നിർദ്ദേശം നൽകാം, പക്ഷേ നമ്മുടെ ഈ സംവിധാനങ്ങൾ തന്നെ വേണം ഇനിയും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുമേൽ സർക്കാർ എന്ന് വരുമ്പോൾ SIT ഇനിയെല്ലാം ഭംഗിയായി തന്നെ നോക്കിക്കൊള്ളും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അല്ല, അവിടെയാണ് പ്രശ്നം. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവാണ്. അതാ ഈ പറഞ്ഞ പോലീസിംഗ് സിസ്റ്റവും ബ്യൂറോക്രസിയും ഒക്കെ അതിന്റെ ഭാഗമാണ്. ക്യാബിനറ്റ് അതിന്റെ ഭാഗമാണ്. മന്ത്രിമാർ അതിന്റെ ഭാഗമാണ്. അവരാണ് ഇത് നടപ്പാക്കുന്നത്. നിയമം ഉണ്ടാക്കുന്നത് നിയമസഭകളാണ്. കോടതികൾ ചെയ്യുന്നത് അതിന്റെ ജുഡീഷ്യലായിട്ട് അതിനെ റിവ്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒമിഷൻ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് പോലീസിന് ഇറങ്ങി വന്ന് ലാത്തി എടുത്ത് ലാത്തി ചാർജ് ചെയ്യാൻ പറ്റുമോ? പോലീസിന് ഇറങ്ങി വന്ന് പുറത്ത് വന്നിട്ട് പോലീസിന് ഒരു കോടതിക്ക് നേരത്തെ ഇറങ്ങി വന്നിട്ട് കോടതിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുമോ? കോടതിക്ക് ഇറങ്ങി വന്ന് ട്രയൽ നടത്താൻ പറ്റുമോ? കോടതിക്ക് നിർദ്ദേശിക്കാനേ സാധിക്കുകയുള്ളൂ. ഈ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ എല്ലാ ആളുകളും ചിന്തിക്കും കോടതി പ്രോആക്റ്റീവായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കും. കോടതിയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി എന്തൊക്കെ ചെയ്യാമോ എന്തൊക്കെ പറയാമോ അത് പറയുകയാണ്. അതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ എക്സിക്യൂട്ടീവിന് കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് നിരന്തരം എല്ലാവരും കോടതിയിൽ പോകേണ്ടി വരുന്നത്. നിരന്തരം ഇത് കോടതി പറയേണ്ടി വരുന്നത്. കോടതിക്ക് ഇപ്പോൾ ഒരു കോടതികളും, ഹൈക്കോടതിയിലായാലും മറ്റു കോടതികളിലായാലും, ഒരു കോടതികളിലും ഒരു എക്സിക്യൂട്ടീവിനെ, ഒരു ഓഫീസറെയോ ഒരു ഗവൺമെന്റിനെയോ അല്ലെ മോശപ്പെടുത്തി വർത്താനം പറയണമെന്ന് ചിന്തിച്ചിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അവര് ശരിയായ രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചല്ല അവിടെ ഇരിക്കുന്നത്. പക്ഷെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ കോടതികൾ പറയുകയാണ്. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കേസിലല്ല, എല്ലാ വിഷയത്തിലും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറിയുടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അതായത് റൂൾ ഓഫ് ലോ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ വരുമ്പോൾ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തവർ ആയി മാറിയിരിക്കുന്നു നമ്മുടെ സ്ത്രീകള്. നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചും അല്ലെങ്കിൽ നല്ല രീതിയിൽ തൊഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് അല്ലെ സഹോദരിമാര്, അവര് സുരക്ഷിതരല്ല എന്ന സിറ്റുവേഷൻ വരികയാണ്. എവിടെയും അവർക്ക് പോയി ജോലി എടുക്കാനും എവിടെയും മറ്റുള്ളവരെ പോലെ യാത്ര ചെയ്യാനും അവർക്ക് സഞ്ചരിക്കാനും പറ്റുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു റൂൾ ഓഫ് ലോ ഉണ്ടെന്ന് പറയുന്നത്.
അതില്ലാതിരിക്കാതെ അപ്പൊ അതൊരു ബ്രേക്ക് ഡൗൺ ആയി മാറുകയാണ്. അതിങ്ങനെ നിരന്തരം വരുന്നത് എനിക്കൊരു കുറവാണെന്ന് ഗവൺമെന്റിന് തോന്നണ്ടേ? ഇത് ഞങ്ങൾക്കൊരു കുറവ് സംഭവിച്ചിരിക്കുന്നു, അല്ലെ എക്സിക്യൂട്ടീവ് മോശമായി പ്രവർത്തിക്കുന്നു, അല്ലെ എക്സിക്യൂട്ടീവ് എന്താ പറഞ്ഞത് ബയസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ തോന്നുന്നത് ഞങ്ങൾക്കൊരു കുറവാണെന്ന് തോന്നണം. അത് തോന്നുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് കോടതി അങ്ങനെ കുറച്ച് പറയും, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും കോടതി വീണ്ടും പറയും കണ്ടംപ്റ്റ് എടുക്കും, കണ്ടംപ്റ്റ് പ്രവൃത്തി ഞങ്ങൾ പോയി എന്തെങ്കിലും തീർച്ചയായും 4 വർഷത്തിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്നും പരാതി ലഭിച്ചിട്ടില്ല എന്നും ഒക്കെ വളരെ ലാഘവത്തോടു കൂടി മന്ത്രി മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഇപ്പോൾ കോടതി നടപടികൾ അത് നീണ്ടുപോകും എന്ന ഒരു തോന്നലാണ് നമ്മളെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും ഉള്ളത്. ചില കാര്യങ്ങളിലൊക്കെ അത് വസ്തുതയുമാണ്. ഇവിടെ പക്ഷേ കോടതി 4 വർഷം പൂഴ്ത്തിവെച്ചിരുന്ന ഒരു റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണം എന്ന കാര്യം ഇന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് SIT ഈ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്ന കാര്യവും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടലായി നമുക്ക് കാണാമോ? അതൊരു പ്രതീക്ഷ നൽകുന്നതാണോ? കാലതാമസമില്ലാതെ, കാലവിളംബമില്ലാതെ തന്നെ ഇനിയെങ്കിലും നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ അത് ജനിപ്പിക്കുന്നുണ്ടോ? മാത്രവുമല്ല, ഈ നടപടികൾക്ക് കോടതിയുടെ ഒരു കൃത്യമായ മേൽനോട്ടം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? ഇതൊരു പെക്യുലിയർ കേസാണ്. എല്ലാ കേസുകളും കോടതി ഇതുപോലെ പല കേസുകളിലും കോടതി ഇരിക്കുന്ന പറയുന്നത് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. ഇടപെടൽ നടത്തുന്നുണ്ട്. ആ ഇടപെടൽ നടത്തിയതിനു ശേഷം അത് പാലിക്കാതെ വരുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടംപ്റ്റ് കൊണ്ട് കൊടുക്കാറുണ്ട്, കോടതി ലക്ഷ്യം കൊടുക്കാറുണ്ട്. അവിടെ അവർ അതിന് ന്യായീകരണം കണ്ടെത്തുന്നതാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതീക്ഷയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് കേസിലായാലും കോടതികൾ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കേസിന്റെ കേസ് ഡയറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ, അതിലൂടെ ശരി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിലേക്ക് ഇനി പോകാതിരിക്കാനുള്ള പ്രേരണ എക്സിക്യൂട്ടീവിന് ഉണ്ടാവും. അല്ലെങ്കിൽ അവര് ഏതെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർ ശ്രമിക്കും. അതായത് തിരുത്താൻ എന്ന് പറഞ്ഞാൽ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള അറ്റംപ്റ്റ് നടത്തും. ഇതൊരു തരം സൂപ്പർവിഷനാണ്. പക്ഷെ ഒരിക്കലും കോടതിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇറങ്ങി നിന്നിട്ട് ഇന്നത് ചെയ്യേണ്ടെന്ന് ഓരോന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് പോലീസിന് അറിയാം, അറിയത്തില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് അറിയത്തില്ലാഴികയല്ല. പക്ഷെ എന്തുകൊണ്ടോ അവരെ ഓരോ ആളുകൾ വ്യക്തികളെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ വരുമ്പോൾ, ഒരു പ്രത്യേക രീതി വരുമ്പോൾ അവരത് വേണ്ട, അത് അവർക്ക് മേൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ഇനി ഫ്രീക്വന്റ് ആയിട്ട് കുറച്ചു കാലത്തേക്കെങ്കിലും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു ഫ്രീക്വന്റ് റിപ്പോർട്ട് കോടതി പറയേണ്ടി വരും. കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനൊക്കെ ഇതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. കോടതികൾ പറയുന്ന വിമർശനങ്ങൾ ചില കാലഘട്ടത്തിൽ കോടതി വിമർശനങ്ങളിലൂടെ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് തന്നെ പോയിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ജനാധിപത്യത്തിന്റെ ഒരു സ്ട്രെങ്ത് ആണ് കോടതികളുടെ ഒബ്സർവേഷൻസ് ഒക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രതീക്ഷിക്കാം. നമുക്ക് പോസിറ്റീവായ താങ്കൾ പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് താങ്കളിലേക്ക് തന്നെ ഞാൻ അവസാനമായ ഒരൊറ്റ ചോദ്യം കൂടി. ഇവിടെ ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം, അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായ സിനിമാ മേഖലയിലെ പ്രശ്നം എന്ന നിലയിലാണ് സെക്ഷൽ ഹരാസ്മെന്റിനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. കോടതിയും അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും അവിടെ നിലനിൽക്കുന്ന വിവേചനം, സമത്വമില്ലായ്മ, കൂലി, സൗകര്യങ്ങളില്ലായ്മ തുടങ്ങി നിരവധിയായിട്ടുള്ള മാനുഷിക പരിഗണന ആവശ്യമായ വിഷയങ്ങളുണ്ട്. അതിൽ പോലും നടപടികൾ അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ സാധ്യമായിട്ടില്ല സർക്കാരിനെ സംബന്ധിച്ച്. ഇനി കേരളീയവും കഴിഞ്ഞ് മറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നടത്താം കോൺക്ലേവ് എന്ന നിലയിലേക്ക് സർക്കാർ അത് മാറ്റിവെക്കുന്നത് കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിഷയങ്ങളിൽ കൂടി കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതിൽ ഉൾപ്പെടെ സർക്കാരിന് കൂടുതൽ ആർജവത്തോടു കൂടി വളരെ സ്പീഡിയായിട്ടുള്ള ഇടപെടൽ സാധ്യമാകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കോടതി ആ കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗം തന്നെ ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതിനുമേൽ ഫൈൻഡിങ്ങും ഉണ്ട്. കോടതി ഇടപെടാതിരിക്കില്ല. പക്ഷേ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണെന്ന് തീരുമാനിക്കണം കേട്ടോ. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീ സുരക്ഷ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വയനാട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത്തരം വിഷയങ്ങളുടെ പ്രയോറിറ്റി ഇപ്പൊ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല വേണ്ടത്. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു അതിന്റെ കോൺട്രവേഴ്സി പുറത്തു ചാടാൻ വേണ്ടി അല്ല ചെയ്യേണ്ടത്. നമുക്കൊരു പ്രയോറിറ്റി വേണം ഗവൺമെന്റിന്. ഓരോ ഇഷ്യൂസിനും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിന്റെ ആക്ഷൻ പ്ലാൻസ് ഉണ്ടാകണം. അത് ഇന്നിപ്പോ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് പോകാനല്ല വേണ്ടത്. തീർച്ചയായിട്ടും കോടതികള് ഈ വിഷയങ്ങളും പറയും. കോടതിയുടെ മുമ്പിൽ കോടതിയെപ്പോലും സ്ട്രീംലൈൻ ചെയ്ത് മുമ്പിലുള്ള വിഷയത്തിന് എങ്ങനെ ചെയ്യിക്കാം, എങ്ങനെ പറയിക്കാം, എന്താണ് ഒമിഷൻ, എന്താണ് ഇനാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് എക്സസീവ് ആക്ഷൻ എന്നൊക്കെ കോടതി നോക്കിയതിനു ശേഷം ഈ കാര്യത്തിൽ കോടതി ഡയറക്ഷൻ കൊടുക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് ഒരു റിപ്പോർട്ടിനെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ
അല്ലെങ്കിലും ഒരു മാനുഷിക പ്രശ്നമല്ലേ, ആർട്ടിക്കിൾ 21 ഇഷ്യൂ അല്ലേ, ആർട്ടിക്കിൾ 19 ഈ പറഞ്ഞ അവരുടെ ഒരു തൊഴിലെടുക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്, അവരുടെ റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമാണ്, റൈറ്റ് ടു ഈക്വാളിറ്റിയുടെ ഭാഗമാണ്. ഇതെല്ലാം നോക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കോഡ്സ് അത് ഇല്ല, അത് ഇൻഫോം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന മൊമെന്റിൽ അത് ഇന്റർഫിയർ ചെയ്യും. അത് കോടതി കാര്യം പറയുന്നത്. തീർച്ചയായും എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം. കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശ വിഷയങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ കോടതി നടപടികൾ നൽകുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഞങ്ങളോട് സഹകരിച്ചതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് എത്താം. ഒരു ഇടവേള കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന് മുടന്തൻ ന്യായം ഉന്നയിച്ച് സർക്കാർ. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന ഹൈക്കോടതി പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരും. റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മന്ത്രി സജി ചെറിയാൻ ഇനി എന്തു പറയും? മുന്നണിയിൽ നിന്ന് പോലും ചോദ്യമുണ്ടായിട്ടും ADGP വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. CPM നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CPIക്ക് അമർഷം. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ജയിക്കാനുള്ള കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന് മുടന്തൻ ന്യായം ഉന്നയിച്ച് സർക്കാർ. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. വീണ്ടും ചർച്ചയിലേക്ക്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം മിനു മുനീർ കൂടി ചേരുകയാണ്. മിനു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കുറ്റകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച്
SIT അന്വേഷിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് കോടതിയുടെ ഇന്നത്തെ നടപടികളെ നോക്കിക്കാണുന്നത്? സിനിമയില് ഞാൻ കുറച്ച് വർഷങ്ങൾ ഉണ്ടായതുകൊണ്ട് സിനിമയിൽ എന്താണ് നടക്കുന്നത് A to Z ഞാൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീയാണ്. എനിക്കും ഒരുപാട് വിഷമങ്ങളും ദുരന്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് അന്ന് ഒന്ന് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് 2 കുഞ്ഞു കുട്ടികളായിരുന്നു. അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി എനിക്ക് എല്ലാം മൗനമായിട്ട് ഇരിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇവിടെ ഈ കേരളം വിട്ട് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നു. ഇപ്പം SIT ആണ് ഇപ്പം നമ്മുടെ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറയുകയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ ഏത് പ്രമുഖനാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് ഞാൻ ഇതിലിറങ്ങാൻ കാരണം. 13 വർഷത്തോളം ഞാൻ എന്റെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച കാര്യങ്ങളാണ് ഞാനിത് മുന്നോട്ട് വന്ന് പറയാൻ കാരണം. എന്തെന്നറിയോ, നാളെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇനിയെങ്കിലും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഏത് ഫീൽഡിലും അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയണം. കാരണം ഞാനും ഒരു മകളുടെ അമ്മയാണ്. എന്റെ പെൺകുട്ടികളെ പോലെയാണ് ഓരോ പെൺകുട്ടികളും. അവർക്ക് നാളെ ഒരു ദുരന്ത അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പെൺകുട്ടി പോലും ഇനി ഈ കേരള നാട്ടിൽ കരയാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ മുൻപോട്ട് ധൈര്യത്തോടെ വന്നത്. പക്ഷേ ഈ കേസ് 7 SIT FIR ഇട്ടു. പക്ഷെ മുകേഷിന് വേണ്ടി ബെയിൽ കൊടുത്തു. ബെയില് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കുറ്റവിമുക്തനാകുന്നില്ല, അല്ലെ? അപ്പം കേസ് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അതിന് വിചാരണ ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഇതിന് വന്നതിന് ശേഷം 50-60ഓളം പെൺകുട്ടികൾ എന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. അവർ മൊഴി കൊടുക്കാനും റെഡിയാണ്. ചെന്നൈയിൽ നിന്ന് വന്ന പെൺകുട്ടികൾ, ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെൺകുട്ടികൾ, ഇവരെല്ലാവരും ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇന്ന് പല ജഡ്ജിനോട് 164 കൊടുക്കാൻ അവർ റെഡിയാണ്. അതുപോലെ തന്നെ മിനു, അവർ ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ? ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ ഈ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നത്? അതെ ആർട്ടിസ്റ്റുകള്. അതുപോലെ തന്നെ ACP, റിട്ടയർഡ് ACPയുടെ ഒരു മകളെ 5 ദിവസം ഒരു ഹോട്ടലിലിട്ട് പീഡിപ്പിച്ച നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു പ്രമുഖനും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ കുറെ പേപ്പറുകൾ മുക്കിയല്ലോ, അത് പുറത്തു വന്നാൽ പല പ്രമുഖന്മാരും പോലീസ് ഓഫീസേഴ്സും രാഷ്ട്രീയക്കാരും ഇവിടെ എല്ലാവരും താഴെ വീഴും. അതുകൊണ്ട് തന്നെയാണ് ഈ വമ്പന്മാർ ഉണ്ടതുകൊണ്ടാണ് അത് മറച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ എന്ത് മറച്ചു വെച്ചാലും ആരൊക്കെ എന്തൊക്കെ ദുരന്ത അനുഭവങ്ങള് അനുഭവിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടികളെല്ലാം തന്നെ ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവർ മൊഴി പറയാൻ തരാൻ റെഡിയാണെന്ന് അവർ പറഞ്ഞു വരുന്നു. ഇതിപ്പോൾ കോടതി കൂടുതൽ ശക്തമായ ഇടപെടലുകളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് കൂടുതൽ പേരുടെ തുറന്നു പറച്ചിലിന് വഴിവെക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? മാത്രമല്ല SIT ഇതെല്ലാം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുവരെ വന്ന കേസുകൾ ആണ് ഇതുവരെ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ബാക്കിയുള്ള ഇതിൽ പറയുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അത് ബലപ്പെടുന്നുണ്ടോ? അത് ബലപ്പെടണം. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ജഡ്ജിനോടും എനിക്ക് ഇനിയും ഹൈക്കോടതിയിലും CJM കോർട്ടിലും ഫർദർ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതുണ്ട്. ഞാൻ എല്ലാ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് പ്രമുഖന്മാരുടെ അവർ ചെയ്ത ഓരോ ക്രൂവാലിറ്റീസ് ആൻഡ് അട്രോസിറ്റീസ് എനിക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് ഇനി ശരിക്കും എനിക്ക് പറയണം, ജഡ്ജിനോട് പറയണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് വെയിറ്റിംഗ്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം 4 വർഷമാണ് ഇത് പൂഴ്ത്തിവെച്ചിരുന്നത്. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹം പോലും സർക്കാരിനെ ഭയന്നു. എന്തുകൊണ്ട്? ഇത് പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ ഇനി ഈ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവൻ വധഭീഷണിയുടെ മുൻപിലാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഇനി ഈ സത്യം പുറത്തു വരാതെ ഓരോരുത്തരെയും വിടത്തില്ല. ഓരോരുത്തരും തന്നെ ചെയ്യും. പല പ്രമുഖന്മാരും രാഷ്ട്രീയക്കാരും പോലീസുകാരും. അപ്പോൾ മിനു, ഇതുവരെ പറഞ്ഞതിൽ കൂടുതൽ പറയാനുണ്ട് എന്നതാണോ? തീർച്ചയായിട്ടും എനിക്ക് ഫർദർ സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മൊഴിയില്. കാരണം എന്താണെന്നറിയോ, ഇപ്പം അപ്പീലിന് വന്ന നമ്മുടെ SIT വളരെ
വളരെ ഇതായിട്ട് നമ്മളൊക്കെ വേണ്ടി ഓടി നടന്ന് രാത്രി ഉറങ്ങാതെ അവധി കാര്യങ്ങളൊക്കെ ഓടി നടന്ന് എല്ലാം ചെയ്തിട്ടും അവരോട് അപ്പീലിന് പോകണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ മുകേഷ് എന്ന വ്യക്തിക്ക്. ഈ മുകേഷ് എന്ന വ്യക്തിയെ ആ നാട്ടുകാർക്ക് പോലും താല്പര്യമില്ല. പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ താല്പര്യം? എന്തുകൊണ്ട് ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് ശരിക്കും ഒരു നടപടി, ജനങ്ങൾ മുഴുവനും ഇതിൽ ഇടപെടണം. നമ്മുടെ നാടിന് വേണ്ടി, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ചെയ്യണ്ട, നമ്മുടെ നാളത്തെ കുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും പെൺകുട്ടികൾ ഏത് ഫീൽഡിലും അവർക്ക് ഏത് രാത്രിയിലും യാത്ര ചെയ്യാൻ കഴിയണം. ഒറ്റ മനുഷ്യര് അവരുടെ അനുവാദം തൊടാൻ പാടില്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പോവാണ് പൊക്കോട്ടെ, അത് നൺ ഓഫ് അവർ ബിസിനസ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇതുപോലെ ഈ കൂടുതലും റേപ്പിങ്ങും എല്ലാം നടന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്രയോ കലാകാരകൾ ഉണ്ടെന്നറിയോ? കലാകാരൻ അവർക്ക് ഒരു അവസരം കൊടുക്കാതെ ഇവരെന്താണ് ചെയ്യുന്നത്? ഈ മലയാളത്തിലുള്ള നടന്മാർ, ഈ പ്രമുഖ നടന്മാരെല്ലാവരും ഞാൻ പറയണില്ല, എന്നാലും ഞാൻ പറയാം, ഇവരൊക്കെ പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കുത്തുപാളയെടുത്ത് അവരുടെ കയ്യിൽ നിന്നെല്ലാം കാശും വാങ്ങിച്ചിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അഭിനയിക്കാൻ വന്നവരാണോ നടന്മാര്? അല്ല, അഭിനയിക്കാൻ അവർക്ക് കാശും വേണം, കൈ നിറയെ പോക്കറ്റ് നിറയെ കാശും വേണം, അതോടൊപ്പം പെൺകുട്ടികളും അവർക്ക് വേണം. പെൺകുട്ടികളെ അവർക്ക് പലർക്കും വാഗ്ദാനം ചെയ്ത് അവരെ ശരിക്കും ദുർവിനിയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാരും, എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ആഴ്ചക്കുള്ളിൽ അവർ മൊഴി പറയാൻ റെഡിയാണ്. തീർച്ചയായും. മിനു, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട് താങ്കളെ സംബന്ധിച്ച്? ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്നത് ഒരു തിരിച്ചടിയായി താങ്കൾ കരുതുന്നില്ല? ആത്യന്തികമായി ഈ നിയമ പോരാട്ടത്തിൽ വിജയം നിങ്ങൾക്കൊപ്പമാണെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ അന്വേഷണത്തെ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ ഒരു കാലമല്ല. ഇപ്പോൾ നീതിക്ക് വേണ്ടി ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ജനങ്ങൾക്ക് എന്താണെന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞത് കൊണ്ട് ഇന്ന് ജനങ്ങളും നീതിയുടെ കൂടെയാണ്. സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും കൂടെയാണ് ജനങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹേമ കമ്മിറ്റി വന്നതോടുകൂടി എല്ലാവർക്കും നല്ല സുരക്ഷിത കിട്ടുകയും ഇതിൽ നല്ലൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ SITയുടെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നത് കൂടുതൽ പേർക്ക് തുറന്നു പറയുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് എനിക്കിപ്പോൾ ഏർപ്പെട്ടേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, എന്റെ ഫേസ്ബുക്കിന്റെ ആക്സസ് ആരോ നശിപ്പിച്ചിരിക്കുന്നു. അതായത് എനിക്ക് 7.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് എന്റേത്. അതാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതിലെനിക്ക് ആക്സസ് ഇല്ല. അത് ആരാണ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ നഷ്ടപ്പെട്ടു അതിന്റെ ആക്സസ്? എനിക്കിപ്പോ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ someone played behind it. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് ഫേസ്ബുക്ക് അവർക്ക് ചെയ്യാൻ, നാളെ എന്നെ അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് നിന്നും. അതിനൊന്നും എനിക്ക് ഒരു പേടിയില്ല. മരിക്കുവാണ് അന്തസ്സായിട്ട് തന്നെ മരിക്കും. അതുപോലെ തന്നെ ഈ അപ്പീൽ എന്റെ ആദ്യം എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വന്നത്. മിനു, അത് ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഈ ഫേസ്ബുക്കിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ആരെയാണ് താങ്കൾ സംശയിക്കുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഫേസ്ബുക്കിന്റെ ആക്സസ് എല്ലാം ഞാൻ SIT കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ എവിഡൻസ് കിട്ടാൻ വേണ്ടി, ഞാൻ വന്ന ട്രാവൽ ചെയ്തതെല്ലാം കിട്ടാനായിട്ടും ആർക്കൊക്കെ മെസ്സേജ് അയച്ചു അതൊക്കെ അയക്കാനായിട്ട് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ ഇതിൽ വേറെ ആരോ കളിച്ച എന്താണെന്ന് എന്റെ ഫേസ്ബുക്ക് ഇപ്പൊ എനിക്ക് ആക്സസ് ഇല്ല. എനിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അതിനകത്ത് കയറാനും പറ്റുന്നില്ല. SIT ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നോ? അറിയിച്ചു. ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ നിങ്ങളോട് മുമ്പോട്ട് പോകും? എനിക്ക് ഇത് ഇങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട്. കാരണം ഞാൻ ഈ 13 ഡേയ്സ് ഞാൻ നിലം തൊട്ടിട്ടില്ല. ഞാൻ അവരുടെ കൂടെ കംപ്ലീറ്റ് കോപ്പറേറ്റ് ചെയ്തു, സഹകരിച്ചു അവരോടൊപ്പം. കാരണം അവർ അത്ര നല്ലതാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി അത് മരവിപ്പിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അക്സസ് കിട്ടിയിട്ടില്ല. അതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ അപ്പീലിന് പോകണ്ട എന്ന് പറഞ്ഞ അവര് SITക്കാർ ഡെഫിനറ്റ് ആയിട്ടും ദേ വേർ സപ്പോസ് ടു ഗോ ഫോർ എ അപ്പീൽ ഇൻ ഹൈക്കോർട്ട്. അപ്പം അവരോട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ 34 കേരളത്തിൽ 34 അഡ്വക്കേറ്റുകളുടെ കുടുംബമാണ് ലാസർ ആൻഡ് ലൂയിസ്. ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു വരാൻ പോകുന്ന 60 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തെ സംഗീത് ലാസർ ലൂയിസിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് കൈമാറിയിട്ടുമുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ അത് എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും.
വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ എല്ലാം പ്രശ്നം, സത്യങ്ങൾ എല്ലാവരും അറിയും. ഇനി ഇങ്ങനെ ഒരു ചീത്ത കേരളം, കാരണം മദ്രാസിൽ നിന്ന് വന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്, ഇവർക്കെല്ലാം ഭയങ്കരമായിട്ടൊരു അനുഭവമായിട്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഇതിലെല്ലാം പ്രമുഖന്മാരാണ് അവരെ മിസ്യൂസ് ചെയ്താക്കുന്നേ. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയുടെ ഇത്രയും പേജുകൾ മുക്കിയിരിക്കുന്നത്. ഇവരെല്ലാം താഴെ പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ SIT അന്വേഷിക്കുകയാണല്ലോ ഈ കേസുകൾ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്? എങ്ങനെയുള്ള സംവിധാനത്തെ? അല്ല, ഇപ്പോൾ പറഞ്ഞില്ലേ മറ്റൊരു സംവിധാനത്തിലൂടെ ഈ പരാതികളൊക്കെ പുറത്തു വരുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന്. SIT ഈ കേസുകൾ അന്വേഷിക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കാതെ അവിടെ കൊടുക്കാതെ മറ്റൊരു സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ പറഞ്ഞ മുകേഷ് എന്ന വ്യക്തി നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവര് എങ്ങനെ വേണമെങ്കിലും ഇവരോട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വിശ്വാസം പോയി ഇയാളുടെ ഇൻഫ്ലുവൻസ് കാരണം. കാരണം ഇവർ അപ്പീലിന് പോയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ വിത്ത് ദം. പക്ഷേ അവർക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസം പോയി, എനിക്കൊരു കോൺഫിഡൻസ് പോയി. എന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിലുള്ള കോൺഫിഡൻസോ? അതായത് മുമ്പോട്ട് അപ്പീലിന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ മുകേഷ് എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇല്ലേ? ചുമ്മാ ഒരു വാട്സപ്പ് കണ്ടു, ഇത് കണ്ടു, അങ്ങനല്ലല്ലോ. ഇത് എന്താണ് ഇതാണ് നടന്നത് ശരിക്കും? അത് പോലീസിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കണേ വേണ്ടിയോ? പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ വാദിയാണ്, പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തുകൊണ്ട് ഈ മുകേഷിന്റെ നോക്കണില്ല, ഇടവേള ബാബുവിന്റെ ഒക്കെ? അപ്പൊ എനിക്ക് അവിടെ എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ, എനിക്ക് കുറച്ച് ടെൻഷൻ ആയിട്ടുണ്ട്. എന്തൊക്കെ സംതിങ് ഐ ഫീലിംഗ് വെരി ബാഡ്. അതുകൊണ്ടാണ് എനിക്കിപ്പം ഐ വാണ്ട് ടു ടെൽ എവറിത്തിങ് ഓപ്പൺലി. ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട CJM കോർട്ടിലും എനിക്ക് ഫർദർ സ്റ്റേറ്റ്മെന്റ് മൊഴി കൊടുക്കാനുണ്ട്. ശരി, വളരെ നന്ദി മിനു ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്ന കാര്യമാണ് മിനു സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ കോടതി നടപടികൾ എന്തായാലും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ്. ഹൈക്കോടതി ജഡ്ജിയും ഹോം സെക്രട്ടറിയും DGP ലോ ആൻഡ് ഓർഡറും എല്ലാവരും ഞങ്ങളുടെ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇടപെടണമെന്ന് ഞാൻ ഈ ഒരു താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ശരി 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 ഷഹനാസിലേക്ക് ഒരിക്കൽ കൂടി വരണമെന്നുണ്ടായിരുന്നു, സമയപരിമിതി കൊണ്ടാണ്. എന്നോട് ക്ഷമിക്കുക ഷഹനാസ്. എന്തായാലും കോടതിയുടെ ഇന്നത്തെ ഇടപെടലുകളിൽ കാര്യങ്ങൾ കൂടുതൽ കോടതി, എന്നാലും ഈ ഗവൺമെന്റ് ഒരു അതിവേഗ കോടതിയെങ്കിലും രൂപീകരിച്ച് സ്ത്രീകൾക്ക് നീതി കൊടുക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലതാമസം എന്ന് പറയുന്നത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ വേട്ടക്കാര് സ്ത്രീകളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ കാലയളവ് കൊണ്ടാണ്. ഏത് വർഷങ്ങൾ എടുക്കുന്ന കേസുകളാണ്. എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അനുഭവിക്കുന്നതും നീണ്ട വർഷങ്ങളാണ് എടുക്കുന്നത്. ശരി ശരി എന്തായാലും സമയപരിമിതി കൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. കൂടുതൽ നടപടികൾ ആർജവത്തോടു കൂടി എടുക്കാൻ സർക്കാർ തയ്യാറാകട്ടെ ഈ സാഹചര്യത്തിലെങ്കിലും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ചർച്ചയുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.